ഗായ്സ്, അങ്ങനെ ജിസേൽ നമ്മുടെ ബിഗ് ബോസ് വീട്ടിനോട് വിട പറഞ്ഞിരിക്കുന്നു. പുള്ളിക്കാരത്തി പുറത്തു പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ, ശരിക്കും ഒരു വിഷമം തോന്നി. ശരിക്കും ആ ഒരു പുറത്തു പോയ രീതിയാണേലും പുള്ളിക്കാരത്തി അത് ഹാൻഡിൽ ചെയ്ത ഒരു രീതിയാണേലും എല്ലാം കൊണ്ടും ഒരു വിഷമമായിരുന്നു. എനിക്ക് ശരിക്കും വിഷമം വന്ന ജിസേൽ പോകുന്ന കണ്ടിട്ട്. കാരണം അത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷനാണ്. ശരിക്കും പുള്ളിക്കാരത്തി അവിടെ കുറേ നാൾ നിൽക്കേണ്ടതായിരുന്നു. അത് ഓർക്കുമ്പോൾ ഏതാണ്ട് പോലെയാണ്. പുള്ളിക്കാരത്തി എന്ത് പോസിറ്റീവായിട്ടാണ് ഇറങ്ങിപ്പോയത്. എന്ത് പോസിറ്റീവാണ്. കാരണം ഇറങ്ങാൻ നേരത്ത് ഒന്നുമില്ല. എല്ലാ പേഴ്സണൽ ഗർജും എല്ലാവരോടുമുള്ള ദേഷ്യവും എല്ലാം ആ ഒരു പടി ഇറങ്ങുമ്പം ആ ഒരു സ്റ്റെപ്പിൽ പുള്ളിക്കാരത്തി അത് നിർത്തിയിട്ടാണ് പോകുന്നത്. ശരിക്കും ഇങ്ങനെ ആയിരിക്കണം ഒരു കണ്ടസ്റ്റൻസ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ, എന്തൊക്കെ അച്ചറ അടിയുണ്ടായാലും, എന്തൊക്കെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായാലും അതവിടെ ഇട്ടിട്ട് പോകണം. അങ്ങനെ ആയിരിക്കണം. ജിസയിൽ പോയിട്ട് ശരിക്കും നമ്മുടെ ആര്യനെ കാണുമായിരുന്നു. നമുക്ക് അപ്പം മനസ്സിലാവും അവരുടെ ബോണ്ടിങ് എങ്ങനെയായിരുന്നെന്ന്. ആര്യൻ പൊട്ടി കരയുമായിരുന്നു. ജിസയിൽ പോയിട്ട് ആര്യൻ ഓടി വാഷ്റൂമിൽ പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ശരിക്കും അത് കണ്ട ആർക്കാണെങ്കിലും വിഷമം തോന്നും. അവരങ്ങനത്തെ ഒരു ബോണ്ടിങ് ആയിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവർ നല്ല തിക്ക് ഫ്രണ്ട്സാണ്. ജിസയിൽ ഇറങ്ങാൻ നേരത്ത് എല്ലാവരോടും, അനുമോളോടും എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അനുമോളും ജിസയിലും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഡേ 1 തൊട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നിട്ടും ജിസയിൽ പറഞ്ഞ് ഞാനും നിൻ്റെ ഫ്രണ്ടാണ്, എന്നെയും കെട്ടിപ്പിടിച്ചിട്ട് പോവാൻ. അങ്ങനെ ആയിരിക്കണം. എനിക്ക് ശരിക്കും ജിസയിൽ പോയ കണ്ടിട്ട് ഒരു വിഷമമായി കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ മേല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇന്നത്തെ ആ ഒരു എവിക്ഷൻ പ്രോസസ്സ്, അയ്യോ, ഇതേപോലത്തെ ടെൻഷൻ തരുന്നൊരു കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം ജിസയിലാ പോകുന്നതെന്ന്. എന്നാലും ആ ഒരു പ്രോസസ്സ് കാണുമ്പോൾ ഒരു ടെൻഷൻ കയറും. പുറത്തിരുന്ന് കാണുന്ന നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അകത്ത് അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചു നോക്കി. എന്തായാലും എനിക്ക് ഈ വീഡിയോയിൽ ഇത്രയേ പറയാനുള്ളൂ. എനിക്ക് ആ ജിസയിൽ പോയതിൻ്റെ ആ ഒരു വിഷമം ഇങ്ങനെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നെന്ന്. അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് അപ്ഡേറ്റ്.